ഡിസംബർ 2-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ എന്ന് വെച്ചാൽ ഇസ്രായേലുമായി ബന്ധപ്പെട്ടുള്ള സീസ് ഫയറുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ ഒരു സീസ് ഫയർ വെടിനിർത്തൽ കരാർ ഒപ്പിട്ടിട്ടുണ്ട്. താൽക്കാലികമായിട്ടുള്ള ഒരു വെടിനിർത്തൽ കരാറാണ്. അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള എഡിറ്റോറിയലാണ്. അപ്പോൾ എന്താണ് വിഷയം, എങ്ങനെയാണ് ഈ ഒരു വെടിനിർത്തലിലേക്ക് വന്നിട്ടുള്ളത്, അത് എത്രമാത്രം ലോങ് സ്റ്റാൻഡിങ് ആണോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം ഈ ഒരു ഫയറിംഗ് റോക്കറ്റുകൾ ഒക്ടോബർ 2023 മുതൽ തന്നെ തുടങ്ങിയിട്ടുള്ള വിഷയമാണ്. ഹിസ്ബുള്ള ഈ ഒരു റോക്കറ്റുകൾ പ്രത്യേകിച്ചും ഇസ്രായേലിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അതായത് പാലസ്തീനുമായിട്ട് സോളിഡാരിറ്റി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇസ്രായേൽ പാലസ്തീനെ ഗാസയെ അറ്റാക്ക് ചെയ്തപ്പോൾ, ഇസ്രായേൽ ഹമാസ് വാർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിനെ അനുകൂലിച്ചുകൊണ്ട് ഹിസ്ബുള്ള അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹിസ്ബുള്ളയുടെ ലീഡറായിട്ടുള്ള ഹസൻ നസറള്ള അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർ സീസ് ഫയർ പ്രഖ്യാപിക്കണമെന്നുണ്ടെങ്കിൽ ഇസ്രായേൽ ആദ്യം സീസ് ഫയർ പ്രഖ്യാപിക്കണം ഗാസയുടെ മുകളിൽ. ഗാസയുടെ മേലുള്ള അക്രമം ഇസ്രായേൽ നിർത്തിയെങ്കിൽ മാത്രമേ ഹിസ്ബുള്ള സീസ് ഫയർ പ്രഖ്യാപിക്കുള്ളൂ, അല്ലെങ്കിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയുള്ളൂ എന്നാണ് ഹിസ്ബുള്ളയുടെ ലീഡർ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിനുശേഷം ഇസ്രായേൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിന് പകരം കൂടുതൽ ഇൻവേഷനിലേക്ക് പോയും ഈവൻ ലെബനനിലേക്ക് പോലും ഇൻവേഷൻ, കാരണം ലെബനനിലാണ് ഹെസ്ബുള്ള ഉള്ളത്, ഈ ലെബനനിലേക്കുള്ള ഇൻവേഷൻ ഒക്ടോബർ 2024 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇസ്രായേലിൽ നിന്ന് പ്രത്യേകിച്ചും നോർത്തേൺ ഇസ്രായേലിലെ ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ട ആൾക്കാരെ തിരിച്ച് അതേ സ്ഥലത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മൂവ്മെന്റ് തുടങ്ങിയത്. കാരണം ഹിസ്ബുള്ളയുടെ നിരന്തരമായിട്ടുള്ള റോക്കറ്റ് അറ്റാക്കുകളെ പേടിച്ചുകൊണ്ട് ഒരുപാട് ഇസ്രായേൽ ആൾക്കാർ ഈ ഒരു ബോർഡർ ഏരിയാസിൽ നിന്നും മെല്ലെ ലെബനൻ ബോർഡറിൽ നിന്നും മാറിപ്പോയിട്ടുണ്ട്, ഡിസ്പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെ തിരിച്ചെത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്രായേൽ ലെബനനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു വിഷയത്തിൽ US-ഉം ഫ്രാൻസും ഒക്കെ മീഡിയേറ്റ് ചെയ്യുകയും ആ ഒരു സീസ് ഫയർ എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് എത്തുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇസ്രായേലിന്റെ ട്രൂപ്പുകളെ വിഡ്രോ ചെയ്യാം ലെബനിൽ നിന്ന് പറയുകയും, അതുപോലെ ഹിസ്ബുള്ള അവരുടെ ലിത്താനി എന്ന് പറയുന്ന റിവറിന്റെ നോർത്തിൽ നിന്നുള്ള ട്രൂപ്പുകളെ റീഡിപ്ലോയ് ചെയ്യാം എന്നും പറഞ്ഞ് ഒരു സീസ് ഫയർ പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലെബനീസ് ആർമി ഈ ഒരു സീസ് ഫയർ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ഓർത്തുകൊണ്ടായിരുന്നു. അപ്പോൾ രണ്ട് ഭാഗവും അവരുടേതായിട്ടുള്ള വിജയം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും രണ്ടുപേർക്കും വലിയ നാശനഷ്ടങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഹിസ്ബുള്ളയുടെ കേസിൽ ഒരുപാട് ഫൈറ്റേഴ്സിനെ നഷ്ടപ്പെട്ടു, അവരുടെ സ്ട്രോങ് ഏരിയാസ് നഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ അവരുടെ സൗത്തേൺ ബെയ്റൂട്ട് പോലുള്ള പ്രദേശങ്ങൾ അവരുടെ നിയന്ത്രണത്തിൽ നിന്ന് കയ്യിൽ നിന്ന് പോകുന്ന സാഹചര്യത്തിലേക്ക് പോയി. ഇസ്രായേലിന്റെ കേസിലാണെങ്കിലും അവർക്ക് ഒരുപാട് എയർ സുപ്പീരിയോറിറ്റി ഉണ്ടായിരുന്നു എങ്കിൽ പോലും, ടെറിട്ടോറിയൽ അഡ്വാൻസ് കരമാർഗമുള്ള യുദ്ധം ആരംഭിച്ചെങ്കിൽ പോലും വലിയ റെസിസ്റ്റൻസ് ആണ് ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് നേരിട്ടത്. കാര്യമായിട്ടുള്ള ഒരു അഡ്വാൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു സീസ് ഫയർ വന്നു എന്നുള്ളത് ഒരാശ്വാസം തന്നെയാണ്. പക്ഷേ ഇതൊരു ഷോർട്ട് ലിവ്ഡ് ആവാനാണ് സാധ്യത എന്നുള്ളതാണ് എഡിറ്റോറിയൽ പറയുന്നതായിട്ടുള്ളത്. അതായത് ഈ ഒരു ടെൻഷൻ കണ്ടിന്യൂ ചെയ്യുകയാണ്, ഇസ്രായേൽ ഗാസയുടെ മേലെ എന്തെങ്കിലും തരത്തിലുള്ള അറ്റാക്കുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഒരു കോൺഫ്ലിക്റ്റ് വീണ്ടും വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ യുഎസിന്റെ ആ ഒരു പവർ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ബോർഡർ സീസ് ഫയറിന് വേണ്ടിയിട്ട് ശ്രമിക്കണം. പ്രത്യേകിച്ചും ഗാസയിലും സീസ് ഫയറിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടരേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഓദർ പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഏതായാലും വെസ്റ്റ് ഏഷ്യൻ കോൺഫ്ലിക്റ്റിൽ ചെറിയൊരു ആശ്വാസമായിട്ട് നമുക്ക് ഈ ഒരു സീസ് ഫയറിനെ കാണാവുന്നതാണ്. അടുത്തൊരു വാർത്ത ഏർബൻ ഇന്ത്യയിലുള്ള ഹെൽത്ത് ചാലഞ്ചസുമായി ബന്ധപ്പെട്ടാണ്. നഗരപ്രദേശങ്ങളിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ബേർഡിനെ കുറിച്ചും ഒക്കെയാണ് ഓദർ ഇവിടെ പറയുന്നതായിട്ടുള്ളത്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരു BMTCയുടെ ബസ് ഡ്രൈവർ ഒരു കാർഡിയാക് അറസ്റ്റ് മൂലം മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഏർബൻ വർക്കേഴ്സിൻ്റെ ഇടയിൽ, നഗരപ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കിടയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനെ കുറിച്ചിട്ടാണ് പോയിന്റ് ചെയ്യുന്നതായിട്ടുള്ളത്. ഗിഗ് വർക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, സാനിറ്റേഷൻ സ്റ്റാഫുകൾ, ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് തുടങ്ങിയിട്ടുള്ള ആൾക്കാർ പലരും ഇത്തരത്തിലുള്ള ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അവർക്കാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ല, വർക്കിംഗ് കണ്ടീഷൻസ് ആണെങ്കിൽ വളരെ മോശം സാഹചര്യമാണ്, കൂടാതെ വളരെ ഹസാഡസ് ആയിട്ടുള്ള സാഹചര്യത്തിലാണ് അവർ ജോലി ചെയ്യുന്നത്. കൃത്യമായിട്ടുള്ള ന്യൂട്രീഷനോ ഹൈജീനോ ഒന്നും ലഭിക്കുന്നില്ല. ഇതെല്ലാം തന്നെ രോഗം ഉള്ള ആൾക്കാർ വളരെ വേഗത്തിൽ മരണപ്പെടുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർ മരണകാരണമാകുന്നതിന് കാരണമാണെന്നുണ്ട്. പ്രത്യേകിച്ചും വൾണറബിൾ ആയിട്ടുള്ള ഗ്രൂപ്പുകളായിട്ടുള്ള ആൾക്കാർ, അതായത് നഗരപ്രദേശങ്ങളിലേക്ക് ജോലിക്കും വേണ്ടി മറ്റു വരുന്ന മൈഗ്രൻസ്, അതുപോലെ തന്നെ ഇൻഫോർമൽ വർക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, സ്ലംസിലും മറ്റുമൊക്കെയാണ് ഇവർ താമസിക്കുന്നതായിട്ടുള്ളത്. വളരെ മോശമായിട്ടുള്ള സാഹചര്യത്തിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ഹെൽത്ത് റിസ്കുകൾ ഇത്തരത്തിലുള്ള ആൾക്കാർക്കുണ്ട്. അവിടുത്തെ ഹൗസിംഗ് ഫെസിലിറ്റീസും വളരെ പുവറാണ്, ഹെൽത്ത് കെയർ ഫെസിലിറ്റീസും വളരെ
പൂർ ആയിരിക്കും. ഈവൻ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ പോലും അതിലേക്ക് ആക്സസ് കിട്ടാത്ത സാഹചര്യത്തിലാണ്. അതായത് സമൂഹത്തിൽ തന്നെ മാർജിനലൈസ് ചെയ്യപ്പെട്ട, മാറ്റി നിർത്തപ്പെട്ട ഒരു വിഭാഗമായിട്ട് ഇത്തരത്തിലുള്ള വർക്കേഴ്സിനെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മൈഗ്രന്റ് ഇൻഫോർമൽ വർക്കേഴ്സിനെ നമുക്ക് നഗരങ്ങളിൽ കാണാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഈ നഗരങ്ങളിൽ ഒരുപാട് ഹെൽത്ത് പോളിസിയും ഈവൻ ഗവൺമെന്റിൻ്റെതായിട്ടുള്ള വിവിധ പദ്ധതികളൊക്കെ ഉണ്ടെങ്കിൽ പോലും, അതായത് ഇന്ത്യക്ക് ഒരു നാഷണൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് സർവേലൻസ് പോളിസി എന്ന് പറഞ്ഞിട്ട് ഒരു പോളിസി തന്നെയുണ്ട്. ഇത്തരത്തിലുള്ള നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിനെ, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാത്തതായിട്ടുള്ള ജീവിതശൈലി സംബന്ധമായിട്ടുള്ള രോഗങ്ങളെ അതിനെ സർവെയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടും പോളിസി ഉണ്ടെങ്കിൽ പോലും അതൊന്നും കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വളരെ പുവർ ആയിട്ടുള്ള എക്സിക്യൂട്ടേഷൻ ആണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഓവർ ബർഡനിങ് പോലുള്ള സാഹചര്യങ്ങളാണ്. അതുകൊണ്ട് ഹെൽത്ത് സിസ്റ്റംസ് അതിന്റെ എഫക്റ്റീവ്നെസ്സിൽ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നില്ല. റാപ്പിഡ് ആയിട്ടുള്ള urbanization-ഉം വളരെ വേഗത്തിൽ നടക്കുന്ന നഗരവൽക്കരണവും ആൾക്കാരുടെ പോപ്പുലേഷൻ വർധനവും എല്ലാം തന്നെ ഇതിന് മറ്റൊരു കാരണമാണെന്ന് പറയാൻ വേണ്ടി പറ്റും. നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ മൊത്തം പോപ്പുലേഷന്റെ ഏകദേശം പകുതിയോളം പോപ്പുലേഷൻ അർബൻ ഏരിയയിലാണെന്ന്, ഏകദേശം അർബൻ ഏരിയയിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത് ലോകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതും കാര്യമായിട്ട് ഇതേപോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹെൽത്ത് ചാലഞ്ചസ് എന്ന് പറയുന്നത് അർബൻ മേഖലയിൽ കാര്യമായിട്ട് സിവിയർ ആയിട്ട് കാണാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിൽ. ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് NCDs, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആയിട്ടുള്ള ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, ഒബേസിറ്റി തുടങ്ങിയിട്ടുള്ള രോഗങ്ങളുടെ വർധനവ്. അതേപോലെ തന്നെ ടൊബാക്കോ, ആൽക്കഹോൾ കൺസംഷൻ ഡിക്ലൈൻ ചെയ്യുന്നതായിട്ടും റീസെന്റ് ആയിട്ടുള്ള ഡാറ്റയിൽ കാണുന്നുണ്ട്. പക്ഷെ കൃത്യമായിട്ടുള്ള സ്ക്രീനിങ്ങോ പ്രിവെൻഷനോ നടക്കുന്നില്ല. ഇവർക്ക് രോഗമുണ്ടെന്ന് അറിയുന്നില്ല. ആൾ മരണപ്പെടുമ്പോഴൊക്കെയാണ് ഇത്തരത്തിലുള്ള രോഗം ഉണ്ടായിരുന്നതെന്ന് മനസ്സിലാവുന്നത്. അതേപോലെ തന്നെ ഈവൻ ട്രീറ്റ്മെന്റിനാണെങ്കിലും ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ, ഹെൽത്ത് എക്സ്പെൻസസ് വളരെയധികം കൂടുകയും ആൾക്കാർ കടക്കെണിയിൽ പെടുകയും, അതായത് ഫൈനാൻഷ്യൽ ഇൻസ്റ്റബിലിറ്റിയിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമാണ് ഓർത്തുവെക്കുന്നത് തന്നെ. അപ്പോൾ ഈ ഒരു ഹെൽത്ത് എന്ന് പറയുന്നതിനെ കാര്യമായിട്ട് മോണിറ്റർ ചെയ്യേണ്ട ഒരു ആവശ്യകതയെക്കുറിച്ചാണ് കാണിക്കുന്നത്. അപ്പോൾ ഹെൽത്ത് ഔട്ട്കംസിനെ കൃത്യമായിട്ട് അവരുടെ വർക്ക് കണ്ടീഷൻസ് മെച്ചപ്പെടുത്തണം, അവരുടെ മൈഗ്രേഷൻ സ്റ്റാറ്റസ് മെച്ചപ്പെടുത്തുക, അതുപോലെ തന്നെ അവർക്ക് ബെറ്റർ ആയിട്ട് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ലഭ്യമാവുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ ശ്രമം ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തെ സ്ട്രെങ്തൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. വൾണറബിൾ ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിന് ആക്സസിബിൾ ആവുന്ന രീതിയിലേക്ക് പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തെ മോഡിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രത്യേകിച്ചും അർബൻ മേഖലയിലുള്ള മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിനെ, വളരെ പൂർ ആയിട്ടുള്ള പ്രൈമറി ഹെൽത്ത് കെയർ സർവീസസ് ലഭിക്കുന്നത് ഇവർക്കാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രൈമറി ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് എന്ന് പറയുന്ന ഒരു ഐഡിയ ആണ് എല്ലാ ആൾക്കാർക്കും രോഗത്തിന് ഹെൽത്ത് കവറേജ് കിട്ടുക അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടുക എന്നുള്ളതാണ്. അത് എല്ലാവർക്കും ഒരേപോലെ ആക്സസിബിൾ ആവണമെന്നില്ല. അപ്പം നമുക്ക് പ്രിവെന്റീവ് കെയർ കൃത്യമായിട്ടില്ല എന്നുള്ളതും വളരെ പൂർ ആയിട്ടുള്ള ഹെൽത്ത് ഔട്ട്കംസിലേക്ക് വരുന്നതിന് കാരണമാണ്. അതായത് ഹെൽത്ത് കവറേജ് ഇല്ല എന്നുള്ളതും അതുപോലെ തന്നെ പ്രിവെന്റീവ് കെയറിന് ആൾക്കാർ വില്ലിങ് ആവുന്നില്ല. ആൾക്കാർ കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തി രോഗത്തെ ചികിത്സിക്കുന്നില്ല എന്നുള്ളതും മറ്റൊരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ വളരെ കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് വേണം. പ്രത്യേകിച്ചും എംപ്ലോയേഴ്സിൻ്റെ ഇടയിലും മുനിസിപ്പാലിറ്റീസും ഹെൽത്ത് സിസ്റ്റംസും ഒക്കെ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ടെക്നോളജീൻ്റെ ആ ഒരു അപ്ലിക്കേഷൻ അല്ലെങ്കിൽ ടെക്നോളജീനെ നമുക്ക് ലെവറേജ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. കാരണം ഡിജിറ്റൽ ടെക്നോളജിക്ക് നമുക്ക് റിയൽ ടൈം മോണിറ്ററിങ്, ആൾക്കാരുടെ ഹെൽത്തിനെ റിയൽ ടൈം മോണിറ്ററിങ് ചെയ്യാൻ വേണ്ടിയൊക്കെ പറ്റും. പ്രത്യേകിച്ചും ഹൈപ്പർ ടെൻഷനും ഡയബറ്റീസും ഒക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. അതുവഴി വളരെ കൃത്യമായിട്ട് ആൾക്കാരെ സ്ക്രീൻ ചെയ്യാൻ വേണ്ടി പറ്റും. അത്തരത്തിൽ ഈ ഒരു ഹെൽത്ത് കൺസേൺസ് ഉള്ള ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യാനും അവർക്ക് കൃത്യമായിട്ടുള്ള അവയർനെസ് നൽകുന്നതിന് വേണ്ടിയിട്ടും കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ് നൽകുന്നതിന് വേണ്ടി പറ്റും. അത് ഇൻഡിവിജ്വൽ ലെവലിലായിക്കോളും കമ്മ്യൂണിറ്റി ലെവലിലായാലും ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഇതിന് കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ് ലെവൽ ആക്ഷൻസ്, ഗവൺമെന്റ് തലത്തിലുള്ള നടപടികൾ വേണം. ഹെൽത്ത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അധികാര പരിധിയിൽ വരുന്ന ഒരു വിഷയമാണ്. സോ സ്റ്റേറ്റ് ലെവലിൽ പ്രത്യേകിച്ച് പ്രൈമറി ഹെൽത്ത് കെയറിനെ സ്ട്രെങ്തൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. മാർജിനലൈസ്ഡ് ആയിട്ടുള്ള അർബൻ കമ്മ്യൂണിറ്റീസിന് സ്പെഷ്യൽ ഫോക്കസ് നൽകിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഇതിൽ മൈഗ്രൻസിനും ഇൻഫോർമൽ വർക്കേഴ്സിനും കൃത്യമായിട്ടുള്ള കൺസിഡറേഷൻ കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തണം. കൂടാതെ ലോക്കൽ ബോഡീസിനെയും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനെയും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻസിനെ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻസിലേക്ക്, ഹെൽത്ത് കെയർ സിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സൊല്യൂഷൻസിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് എന്നുകൂടി ഓർത്തുവെക്കാം. അടുത്തൊരു വാർത്ത, ഇന്ത്യയിലെ ഒരു AI സേഫ്റ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു AI സേഫ്റ്റി ഇൻസ്റ്റിറ്റ്യൂട്ട്? എന്താണ് ഇതിന്റെ ഐഡിയ? ലോകത്ത് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സേഫ്റ്റി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടോ, എന്താണ് ഇതിന്റെ ഡീറ്റെയിൽസ് എന്ന് നമുക്ക് നോക്കാം. ഒക്ടോബർ 2023 ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി MEITI അവർ ഒരു AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സേഫ്റ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഇന്ത്യ AI മിഷന്റെ കീഴിലായിട്ട് ഒരു AI സേഫ്റ്റി
ഇൻസ്റ്റിറ്റ്യൂട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് ഗ്ലോബൽ AI ഗവേണൻസ് എഫേർട്ട് എന്ന് പറയുന്ന ലോകരാജ്യങ്ങൾക്കിടയിലുള്ള AI കൃത്യമായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കൃത്യമായിട്ട് ഗവേണൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഭാഗത്തിൻ്റെ, പ്രത്യേകിച്ച് UN ഗ്ലോബൽ ഡിജിറ്റൽ കോമ്പാക്ട് എന്ന് പറയുന്ന ആ ഒരു ഐഡിയോളജിയുടെ അല്ലെങ്കിൽ അതിൻ്റെ മേലെ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. ഗ്ലോബൽ ഡയലോഗ് ഓൺ AI സേഫ്റ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ അതിലൊരു മുൻനിരയിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് AI സേഫ്റ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് പ്രപ്പോസ് ചെയ്തിട്ടുള്ളതെന്ന് ഓർത്തുവെക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു AI ഇൻസ്റ്റിറ്റ്യൂട്ട്, സേഫ്റ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതോടുകൂടി AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ഇന്ത്യയുടെ ആ ഒരു ലീഡർഷിപ്പിലേക്ക് വരാൻ വേണ്ടി പറ്റും. പ്രത്യേകിച്ചും ഇന്ത്യ ആ ഒരു AI ഗവേണൻസ് എന്ന് പറയുന്ന ഡിസ്കഷൻസിൽ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയായി മാറും എന്നുള്ളതാണ്. കൂടാതെ ഇന്ത്യയുടെ ഡൊമസ്റ്റിക് AI കപ്പാസിറ്റിയെ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇന്റർനാഷണൽ കൊളാബറേഷൻസിൽ ഏർപ്പെടുന്നതിന് വേണ്ടിയിട്ടും ഹ്യൂമൻ സെൻട്രിക് സേഫ്റ്റി ബേസ്ഡ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്യുന്നതിനും പറ്റും എന്ന് കൂടി ഓർത്ത് വെക്കാം. അപ്പോൾ എന്താണ് ഇത്തരത്തിലുള്ള ഗ്ലോബൽ AI സേഫ്റ്റി ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക, എന്തുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഗ്ലോബൽ ഒരു AI ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സെറ്റപ്പ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പം നിലവിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ EU, ചൈന തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിൽ ഈ ഒരു പ്രിസ്ക്രിപ്റ്റീവ് റെഗുലേറ്ററി കൺട്രോൾ ഉണ്ട്. അത്തരത്തിലുള്ള കൺട്രോളുകളെ ഇന്ത്യ അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് അത്തരത്തിലുള്ള കൺട്രോളുകൾ ഈ ഒരു കൃത്യമായിട്ട് റെഗുലേറ്ററി കൺട്രോളുകൾ കൊണ്ടുവരുന്നത് വഴി ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൻ്റെ ആ ഒരു വർധനവ് അല്ലെങ്കിൽ ആ ഒരു ഗ്രോത്തിനെ അത് ലിമിറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ചും അതിൻ്റെ ഇൻഫർമേഷൻ ഷെയറിങ്ങിനെയും ഇന്നോവേഷനെയും ഒക്കെ ലിമിറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. അതിനു പകരം US-ലെയും UK-യിലെയുള്ള AI സേഫ്റ്റി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അവർ പ്രത്യേകിച്ചും ഈ ഒരു AI-യുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ റിസ്കുകളാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത് ആ റിസ്ക് അസസ്മെന്റ് നടത്തും. അതിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടി പ്രോ ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ എടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇൻഫർമേഷൻ ഷെയറിങ്ങിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഷെയറിങ്ങിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്യും. ഒരു നോൺ റെഗുലേറ്ററി ആയിട്ടുള്ള ഓവർസൈറ്റ്, അതിനെ ഒരു റെഗുലേറ്ററി ബോഡി ആയിട്ട് ഓവർസൈറ്റ് ചെയ്യുന്നതിന് പകരം ഒരു നോൺ റെഗുലേറ്ററി ഓവർസൈറ്റ് നൽകും എന്നുള്ളതാണ് ഈ ഒരു US-ലെയും UK-യിലെയും മോഡലായിട്ടുള്ളത്. അതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഐഡിയ എന്നുള്ളതാണ് ഓഥർ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ബ്ലെച്ച്ലി പ്രോസസ് എന്ന് പറയുന്ന ഈ ഒരു പേര് നിങ്ങൾ ഓർത്ത് വെക്കണം. ഇത് ആക്ച്വലി ഇത്തരത്തിലുള്ള ഗ്ലോബലി ഉള്ള AI സേഫ്റ്റി ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ഒരു നെറ്റ്വർക്ക് ആണ് ബ്ലെച്ച്ലി പ്രോസസ് എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഇന്ത്യക്കും മെമ്പർ ആവാൻ വേണ്ടി പറ്റും. അതുവഴി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സേഫ്റ്റിയിലേക്ക് ഇന്ത്യയുടേതായിട്ടുള്ള ഇൻപുട്ടുകൾ ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സേഫ്റ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട്, ഒരു റിസർച്ച് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഏജൻസി ആയിട്ട് നിലനിൽക്കണം എന്നാണ് ഓഥർ പറയുന്നത്. റാദർ ദാൻ എ റെഗുലേറ്ററി ബോഡി, ഒരു റെഗുലേറ്ററി ബോഡി ആയിട്ടല്ല വേണ്ടത്. അപ്പോൾ ഈ ഒരു റെഗുലേറ്ററി ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ എടുക്കുന്നതായിരിക്കും. അത് യൂറോപ്യൻ യൂണിയനിലും ചൈനയിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അത്തരത്തിലുള്ള ഒരു പ്രിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള റെഗുലേറ്ററി ബോഡി ആയിട്ടല്ല വേണ്ടത്. മറിച്ച് ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അതിന്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന, അതിന്റെ റിസ്കിനെ കൃത്യമായിട്ട് അസസ് ചെയ്ത് അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് വേണ്ടത് എന്നാണ് ഓഥർ ഹൈലൈറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ബ്ലെച്ച്ലി നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബ്ലെച്ച്ലി പ്രോസസ്സുമായിട്ട് എൻഗേജ് ചെയ്യും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട റിസ്കുകൾ, അതുമായി ബന്ധപ്പെട്ട ബയാസ്, ഡിസ്ക്രിമിനേഷൻ, പ്രൈവസി തുടങ്ങിയിട്ടുള്ള വിവിധ മേഖലകളിൽ ഡിസ്കഷൻസ് നടത്തുകയും കൃത്യമായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് പ്രാക്ടീസസ് നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഗ്ലോബൽ AI സേഫ്റ്റി ഫ്രെയിംവർക്കുമായിട്ട് നമ്മുടെ ഈ ഒരു സേഫ്റ്റി ഫ്രെയിംവർക്കിനെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതുവഴി ഹ്യൂമൻ സെൻട്രിക് AI ഗവേണൻസ് എന്ന് പറയുന്ന വിഷയത്തിൽ ഒരു ലീഡറായി മാറുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യക്ക് പറ്റും. അതുവഴി എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റിലേറ്റഡ് ആയിട്ടുള്ള റിസ്കുകൾക്ക്, കൺസേണുകൾക്ക് എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡെവലപ്മെന്റ് ഇന്ത്യക്ക് ഒരു ഗ്ലോബൽ ലീഡർ ആവാനുള്ള ഒരു വേ ആണ്, ഒരു വഴിയാണ് ഗ്ലോബൽ AI സേഫ്റ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്, ഇന്ത്യാസ് AI സേഫ്റ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. അതുവഴി AI സേഫ്റ്റി കോൺവെർസേഷൻസിൽ ഇന്ത്യക്ക് ഇൻക്ലൂസീവ് AI പോളിസീസ് അഡ്വക്കേറ്റ് ചെയ്യാനും വേണ്ടി പറ്റും. അതുപോലെ തന്നെ സോഷ്യൽ എക്സ്ക്ലൂഷൻ, ജെൻഡേർഡ് ഇമ്പാക്റ്റുകൾ, ലേബർ മാർക്കറ്റ് ഡിസ്റപ്ഷൻ തുടങ്ങിയിട്ടുള്ള പല റിസ്കുകളെയും അഡ്രസ്സ് ചെയ്യാനും അതിന്റെ സൊല്യൂഷൻസ് ലോകത്തിന് മുന്നിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഇത് വളരെ കൊളാബറേറ്റീവ് ആയിട്ടുള്ള ഒരു എവിഡൻസ് ഡ്രിവൺ ആയിട്ടുള്ള അപ്രോച്ചാണ് നമ്മുടെ രാജ്യത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയും ആ ഒരു മേഖലയിൽ ഗ്രോത്തും ഇന്നോവേഷൻ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും അതേസമയത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റിലേറ്റഡ് ആയിട്ടുള്ള റിസ്കുകളെ കൃത്യമായി അഡ്രസ്സ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ ഒരു റെസ്പോൺസിബിൾ AI ഇന്നോവേഷൻ എന്ന് പറയുന്ന മാതൃക ലോകത്തിന് മുന്നിൽ കാണിക്കാനുള്ള ഒരു ബെസ്റ്റ് വഴിയാണ് ഇന്ത്യയുടെ AI സേഫ്റ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് ഓഥർ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്.
അടുത്തൊരു വാർത്ത ബംഗ്ലാദേശിലെ റിലീജിയൻ ബേസ്ഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആണ്. നമ്മൾ ഓൾറെഡി ബംഗ്ലാദേശിലെ ഇഷ്യൂസ് എന്താണെന്ന് കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് അവിടുത്തെ പ്രശ്നം? മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസുമായി അല്ലെങ്കിൽ മൈനോറിറ്റി റിലീജിയൻസുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവര് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് നടത്താൻ പോവുകയാണ്, ഭരണഘടനാ ഭേദഗതി നടത്താൻ പോവുകയാണെന്ന്. അപ്പോൾ എന്താണ് ഈ ഒരു ഭരണഘടനാ ഭേദഗതി? ബംഗ്ലാദേശിലെ ആൾക്കാരുടെ അവകാശങ്ങളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി ഈ ഒരു ഹിന്ദു ടെമ്പിൾസിനെ ഡിസ്ക്രേഷൻ ചെയ്തതും ഹിന്ദു മോങ്കിനെ അറസ്റ്റ് ചെയ്തതും അദ്ദേഹത്തിനെതിരെ രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെ ചുമത്തിയതും ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ മൈനോറിറ്റീസ് അവരുടെ അവകാശങ്ങൾക്കെതിരെ അല്ലെങ്കിൽ അവരുടെ ഏഹ്, അവകാശങ്ങൾക്ക് മേലെ അവിടുത്തെ മെജോറിറ്റി ഗവൺമെന്റ് അവര് എന്ത് ചെയ്യാണ്, കൺട്രോൾ ചെയ്യാണ് എന്നുള്ളതും അവരുടെ പുറത്താക്കാൻ ശ്രമിക്കുവാണ്, അവരുടെ അവകാശങ്ങളെ ഭരണഘടനാപരമായ അവകാശങ്ങളെ പോലും ഇല്ലാതാക്കാൻ ശ്രമിക്കുവാണെന്നൊക്കെ പറഞ്ഞ് വലിയ പ്രതിഷേധം നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ബംഗ്ലാദേശിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റുകൾ നടക്കാൻ പോവാണ്. അതിൽ ഇക്വാലിറ്റിയും റിലീജിയസ് ഫ്രീഡം പോലുള്ള അവകാശങ്ങളുടെ അതിനെ ചാലഞ്ച് ചെയ്തുകൊണ്ട് ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ് ലോസിനെ പോലും വയലേറ്റ് ചെയ്യുന്ന രീതിയിൽ മുന്നോട്ട് പോവുകയാണ് അവിടുത്തെ നിലവിലുള്ള താൽക്കാലിക ഗവൺമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തകൾ വരുന്നതായിട്ടുള്ളത്. അപ്പൊ ഇന്ത്യ അതിന്റെ മേലെ കൺസേൺസ് റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റിലീജിയസ് മൈനോറിറ്റീസിനെ ട്രീറ്റ് ചെയ്യുന്നതിനെ കുറിച്ചും മറ്റുമൊക്കെ, പ്രത്യേകിച്ചും ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനെ കുറിച്ചൊക്കെ വലിയ കൺസേൺസ് റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ഓർത്തു വയ്ക്കേണ്ടതായിട്ട് ഉണ്ട്. ഇത് ബംഗ്ലാദേശിന്റെ ആഭ്യന്തര വിഷയം മാത്രമല്ല, ഒരു ഗ്ലോബൽ കൺസേൺ തന്നെയാണ് എന്നുള്ള ഒരു സ്റ്റാൻഡാണ് ഇന്ത്യ എടുത്തിട്ടുള്ളതെന്നും കൂടി ഓർത്ത് വെക്കാം. അപ്പോൾ എന്താണ് ബംഗ്ലാദേശിൽ ഈ മൈനോറിറ്റീസിന് നൽകുന്ന അവകാശങ്ങൾ നോക്കാം. ബംഗ്ലാദേശിന്റെ ഭരണഘടന തന്നെ ഒറിജിനലി സെക്യുലറിസത്തെ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അതായത് എല്ലാ മതങ്ങൾക്കും തുല്യ അവകാശങ്ങളും എല്ലാ കമ്മ്യൂണിറ്റീസിനും തുല്യ അവകാശങ്ങളും, അതായത് ഹിന്ദുസ് ആയിക്കോട്ടെ, ക്രിസ്ത്യൻസ് ആയിക്കോട്ടെ, ബുദ്ധിസ്റ്റ് ആയിക്കോട്ടെ, എല്ലാ ആൾക്കാർക്കും അവർക്ക് തുല്യ അവകാശമാണ് രാജ്യത്തുള്ളത്. പക്ഷേ ഒരു സെക്യുലർ ഫൗണ്ടേഷൻ ആണ് അവർക്കുള്ളതെങ്കിൽ പോലും 1988 ഇസ്ലാമിനെ ഒരു സ്റ്റേറ്റ് റിലീജിയൻ ആയിട്ട് അവർ ഡിക്ലെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നൂർത്തുകനാന്. പക്ഷെ അതേ സമയത്ത് എല്ലാ മതത്തിലുള്ള ആൾക്കാർക്കും എല്ലാം അവരുടെ എല്ലാവിധ അവകാശങ്ങളും ഏത് മതം വേണമെങ്കിലും ഫോളോ ചെയ്യാനുള്ള അവകാശങ്ങളും മറ്റുമൊക്കെ നൽകുന്നുമുണ്ടായിരുന്നു എന്ന് ഓർത്തുക. 2011 ഈ സെക്യുലറിസം എന്ന് പറയുന്ന ഐഡിയയെ ഈ ഭരണഘടനയിലേക്ക് വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, 15ാമത്തെ അമെൻമെന്റ് വഴി കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് വീണ്ടും ഒരു സെക്യുലർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ് റിലീജിയൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഒരു സെക്യുലർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഐഡിയയിൽ തന്നെ തുടരുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ബംഗ്ലാദേശിൽ ഇത്തരത്തിലുള്ള ഒരു അമെൻമെന്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ബംഗ്ലാദേശിന്റെ ഭരണഘടന നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ആർട്ടിക്കിൾ 41 ഓർത്തു വെക്കുക, ഇത് ഇന്ത്യൻ ഭരണഘടനയല്ല, ഇത് ബംഗ്ലാദേശ് ഭരണഘടനയെ കുറിച്ചാണ് പറയുന്നത്. ആർട്ടിക്കിൾ 41 ആണ് ബംഗ്ലാദേശ് സിറ്റിസൻസിന്, അതായത് ബംഗ്ലാദേശി പൗരന്മാർക്ക് റൈറ്റ് ടു പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് ദെയർ റിലീജിയൻ ഫ്രീലി, അവർക്ക് ഏത് മതം വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാനും അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള അവകാശം നൽകുന്നുണ്ട്. ഓർത്തു വെക്കുക, ഫോഴ്സ്ഡ് കൺവേർഷൻസ് എപ്പോഴും ഇതിന്റെ ഭാഗമല്ല. അതുപോലെ ആർട്ടിക്കിൾ 28, 39 ഇവ രണ്ടും നോൺ ഡിസ്ക്രിമിനേഷനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് റിലീജിയന്റെ പേരിൽ ആൾക്കാരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല, അത് നിയമത്തിന് മുന്നിലോ ഒന്നും തന്നെ സിറ്റിസൻസിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഈ ഒരു ഡിസ്ക്രിമിനേഷനെ പ്രത്യേകിച്ചും ഈ ഒരു റിലീജിയന്റെ ബേസിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് തന്നെ സെക്യുലറിസത്തിന്റെ വളരെ ബേസിക് ഫൗണ്ടേഷൻസ് ആണ്. കാരണം എല്ലാ മതങ്ങളെയും തുല്യമായിട്ട് പരിഗണിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ പബ്ലിക് പ്ലേസസിലായിക്കോട്ടെ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലായിക്കോട്ടെ, മതത്തിന്റെ പേരിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഒരു സിറ്റിസൻസിനെയും റിലീജിയൻ ബേസ്ഡ് ആയിട്ട് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുകൂടി ഓർത്തുവെക്കുന്നതാണ്. പക്ഷേ ഈ ഒരു ആശയങ്ങളിൽ നിന്നൊക്കെ ഒരു പിറകെ പോക്കിനുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റുകളാണ് ഇപ്പോൾ പ്രപ്പോസ് ചെയ്യുന്നതെന്നാണ് പറയുന്നതായിട്ടുള്ളത്. ഇപ്പോൾ റീസെന്റ് ആയിട്ടുള്ള ഈ റിലീജിയസ് വയലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസിന്റെ ഒരു വയലേഷന്റെ തുടർച്ചയായിട്ട് ഉണ്ടായതാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതായത് അവിടുത്തെ റിലീജിയസ് ഫ്രീഡത്തിനെ ചാലഞ്ച് ചെയ്യപ്പെടുകയും അതിന്റെ തുടർച്ചയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ബംഗ്ലാദേശിന്റെ ജുഡീഷ്യറി വളരെ പവർഫുൾ ആയിട്ടുള്ള ജുഡീഷ്യറി തന്നെയാണ്. മുന്നേ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റുകളെ ഓവർടേൺ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നിലവിൽ ഈ സെക്യുലറിസം ആശയത്തിൽ നിന്ന് ബംഗ്ലാദേശി ഗവൺമെന്റ് അമെൻമെന്റ് വഴി പിറകോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഹ്യൂമൻ റൈറ്റ്സിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു വിഷയത്തിൽ അവിടുത്തെ കോടതികൾ ഇടപെടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നിലവിൽ ഓർത്ത് വെക്കുക, ഇപ്പോൾ ഇവിടെ ഒരു ഇന്ററിംഗ് ഗവൺമെന്റ് ആണുള്ളത്. ആ ഇന്ററിംഗ് ഗവൺമെന്റ് അതിന്റെ ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്തത്തെ ബഹുമാനിക്കുകയും രാജ്യത്തെ ഭരണഘടനയിലുള്ള ജനങ്ങളുടെ വിശ്വാസത്തെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് മൈനോറിറ്റി റൈറ്റ്സിനെ സംരക്ഷിച്ചുകൊണ്ട് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് പറയുന്നത്.
അടുത്തൊരു വാർത്ത വാധവൻ പോർട്ടുമായി ബന്ധപ്പെട്ടാണ്. ഇന്ത്യയെ സംബന്ധിച്ച് വാധവൻ പോർട്ട് ഒരു വലിയ ഗെയിം ചേഞ്ചർ ആവും എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു വാർത്ത വന്നിട്ടുള്ളത്. അപ്പോൾ വാധവൻ എന്ന് പറയുന്നത് ഒരു ഗ്രീൻ ഫീൽഡ് പോർട്ട് ആണെന്ന് ഓർത്തുക. അതായത് ന്യൂലി കൺസ്ട്രക്ടിങ് ആണ്, അതിനെയാണ് ഗ്രീൻ ഫീൽഡ് എന്ന് പറയുന്നത്. ന്യൂലി കൺസ്ട്രക്ടിങ് പോർട്ട് ആണ് വാധവൻ പോർട്ട് എന്ന് ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വാധവൻ ഗ്രീൻഫീൽഡ് പോർട്ട് ആണ്. ഇത് മഹാരാഷ്ട്രയിലെ ദഹാനു എന്ന് പറഞ്ഞ സ്ഥലത്താണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഇന്ത്യയുടെ കണ്ടെയ്നർ അതായത് ലോഡ് അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സിനെ കൊണ്ടുപോകുന്നതിനെ ഡബിൾ ചെയ്യാൻ വേണ്ടി സഹായിക്കും എന്നാണ് കരുതുന്നത്. 2034 കൂടിയാണ് മഹാരാഷ്ട്രയിൽ ഈ വാധവൻ പോർട്ട് കംപ്ലീറ്റ് ആവുക എന്നുള്ളതാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ടോപ്പ് 10 പോർട്ടുകളിൽ ഒരു പോർട്ടായിട്ട് ഇത് മാറുന്നതാണ്. 2029 കൂടിയിട്ട് 4 ടെർമിനലുകളുടെ നിർമ്മാണം പൂർത്തിയാവും. 34 കൂടിയിട്ട് 5 കൂടി ടെർമിനൽ പൂർത്തിയാവും. അപ്പോൾ ടോട്ടൽ 9 ടെർമിനലുകളായിട്ട് ഇന്ത്യയുടെ കണ്ടെയ്നർ കപ്പാസിറ്റി, അതായത് കപ്പലുകളിൽ കണ്ടെയ്നറുകളിലായിട്ടാണ് ട്രേഡ് ചെയ്യുക, സാധനങ്ങൾ കൊണ്ടുപോവുക. ആ കണ്ടെയ്നർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി ഡബിൾ ചെയ്യുന്നതിന് വേണ്ടി സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ വാധവൻ പോർട്ട് എവിടെയാണെന്ന് ഓർത്തു വെക്കുക. വാധവൻ പോർട്ട് മഹാരാഷ്ട്രയിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ആയിട്ടാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് ഈ പോർട്ട് പണിയെന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ, ഈ ഒരു ആവശ്യത്തിന് മാത്രമായിട്ട് ഒരു ബോഡിയെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതാണ് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്ന് പറയുന്നത്. അതിന്റെ ഭാഗവാക്കായിട്ടുള്ളത് ജവഹർലാൽ നെഹ്റു പോർട്ട് അതോറിറ്റി ആണ്. അതുപോലെ തന്നെ മഹാരാഷ്ട്ര മാരിടൈം ബോർഡ്. ഇവർ രണ്ടുപേരും ചേർന്നിട്ടാണ് ഈ ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ഉള്ളതായിട്ടുള്ളത്. അപ്പോൾ ഇത് ഓൾ വെതർ ഗ്രീൻഫീൽഡ് ഡീപ്പ് ഡ്രാഫ്റ്റ് മേജർ പോർട്ട് ആയിരിക്കും എന്നുകൂടി ഓർക്കുക. ഓൾ വെതർ എന്ന് എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഗ്രീൻഫീൽഡ് ആയിട്ട് പുതുതായിട്ട് നിർമ്മിക്കുന്ന ഡീപ്പ് ഡ്രാഫ്റ്റ്, വളരെ ആഴം കൂടിയ ഒരു പോർട്ട് ആയിരിക്കും എന്നുകൂടി ഓർത്തു വെക്കുക. നമ്മുടെ ഗവൺമെന്റിന്റെ PM ഗതിശക്തി പ്രോഗ്രാമിന്റെ ഇൻഫ്രാസ്ട്രക്ചർ കണക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമിന് PM ഗതിശക്തി അതിന്റെ ഭാഗമായിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത് എന്ന് കൂടി ഓർത്തു വെക്കുക. ഇത് ആക്ച്വലി ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് മോഡലിൽ ലാൻഡ് ലോഡ് മോഡലിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നും കൂടി ഓർത്തു വെക്കുക. അത് 9 കണ്ടെയ്നർ ടെർമിനലുകളാണ്. 1000 മീറ്റർ ലോങ്, 1 കിലോമീറ്റർ നീളമുള്ളതാണ്. അതിൽ 4 മൾട്ടി പർപ്പസ് ബേർത്തുകൾ കൂടി ഉണ്ടാവും എന്നുകൂടി ഓർത്തു വെക്കാൻ തന്നെ. അപ്പോൾ മൊത്തം 298 മില്യൺ മെട്രിക് ടൺ എന്ന് പറയുന്ന കണ്ടെയ്നർ കപ്പാസിറ്റിയിലേക്ക്, ഒരു ക്യുമുലേറ്റീവ് കപ്പാസിറ്റിയിലേക്ക് ഒരു വർഷത്തേക്ക് എന്ന രീതിയിൽ ഈ പ്രൊജക്റ്റിന് എത്താൻ വേണ്ടി പറ്റും. അതായത് നമ്മളുടെ TU അതായത് 20 ഫൂട്ട് ഇക്വാലന്റ് ആയിട്ടുള്ള കണ്ടെയ്നർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി ഏകദേശം 23.2 മില്യണിലേക്ക് വർദ്ധിപ്പിക്കാനും പറ്റും എന്നുകൂടി ഓർത്തു വെക്കാം. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിനോട് ഇൻഫ്രാസ്ട്രക്ചർ കണക്റ്റീവ്നെസ് ഉണ്ട്. ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയുടെ സൈഡിലായിട്ടാണ് ഇത് വരുന്നതെന്ന് കൂടി ഓർത്തു വെക്കേണ്ടത്. അതേപോലെ തന്നെ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് കോറിഡോർ IMEC എന്ന് പറയുന്ന പ്രോഗ്രാമിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതിന്റെ ഭാഗമായിട്ടും ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ടേഷൻ കോറിഡോർ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഇന്റർനാഷണൽ ട്രേഡിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള 2 മാരിടൈം കോറിഡോറുകളാണ്. ഇതിന്റെ കണക്ടിവിറ്റി ഭാഗമായിട്ടും ഈ ഒരു വാധവൻ പോർട്ട് വരും എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. അടുത്തൊരു വാർത്ത, ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി കഴിഞ്ഞ് 40 വർഷത്തോളമായിട്ടും അവിടെ നിന്നുള്ള ടോക്സിക് വേസ്റ്റുകളെ ഇതുവരെ നീക്കം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. നമുക്ക് നോക്കാം ഈ ഒരു ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി എന്താണ് അതുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ 1984 ഡിസംബർ 3-ാം തീയതി മിഡ്നൈറ്റിലാണ് മീഥൈൽ ഐസോസയനേറ്റ് എന്ന് പറയുന്ന കെമിക്കൽ ഫോർമുല CH3NCO അല്ലെങ്കിൽ C2H3NO ഇത് ലീക്ക് ചെയ്യുകയും അവിടെ ഉണ്ടായിരുന്ന യൂണിയൻ കാർബൈഡിന്റെ ഫാക്ടറിയിൽ നിന്ന് ലീക്ക് ചെയ്യുകയും ചെയ്തു. ഇന്ന് ആ കമ്പനി ഡൗ കെമിക്കൽസ് എന്നാണ് അറിയപ്പെടുന്നത്. അതിന്റെ ഫാക്ടറിയിൽ നിന്ന് പെസ്റ്റിസൈഡ് പ്ലാന്റ് ആയിരുന്നു, അതിൽ നിന്ന് ലീക്ക് ചെയ്യുകയും മധ്യപ്രദേശിന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള ഭോപ്പാലിൽ വലിയൊരു ദുരന്തത്തിന് കാരണമാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം 40 ടണ്ണോളം ഗ്യാസ് ആണ് മറ്റ് കെമിക്കൽസും ആണ് അവിടെ നിന്ന് ലീക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു മീഥൈൽ ഐസോസയനേറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ടോക്സിക് ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണ്. അതിന്റെ കോൺസെൻട്രേഷൻ എയറിൽ 21 ppm മുകളിലേക്ക് ടച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് മിനിറ്റുകൾക്കുള്ളിൽ ആളുകളുടെ മരണത്തിന് കാരണമാവുന്ന ഒരു ഗ്യാസ് ആണ് മീഥൈൽ ഐസോസയനേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്ത് തന്നെ നടന്നിട്ടുള്ള കെമിക്കൽ ഡിസാസ്റ്റേഴ്സിലെ വൺ ഓഫ് ദ വേഴ്സ്റ്റ് ഡിസാസ്റ്റർ ആയിട്ടാണ് ഇതിനെ കാണുന്നതായിട്ടുള്ളത്. ഈവൻ 40 വർഷം കഴിഞ്ഞിട്ടും അതിന്റെ ഇമ്പാക്റ്റ് അഫക്റ്റഡ് ഏരിയാസിൽ നമുക്ക് ഇന്നും കാണാൻ വേണ്ടി പറ്റും എന്നതാണ്. ഇതിന്റെ തുടർച്ചയായിട്ടാണ് നമ്മുടെ രാജ്യത്ത് ഗവൺമെന്റ് പബ്ലിക് ലയബിലിറ്റി ഇൻഷുറൻസ് ആക്ട് 1991 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ടുള്ളത്. കാരണം അതുവരെ ഇത്തരത്തിലുള്ള കമ്പനികളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടായിട്ട് വലിയ നാശനഷ്ടം ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്തം കമ്പനിയുടെ മുകളിൽ വരുന്ന രീതിയിൽ ഒരു ആക്ട് ഉണ്ടായിരുന്നില്ല. അതിനുവേണ്ടി സ്പെസിഫിക്കലി പബ്ലിക് ലയബിലിറ്റി ഇൻഷുറൻസ് ആക്ട് കൊണ്ടുവരികയും ചെയ്തു. അതായത് എല്ലാ ഇൻഡസ്ട്രീസും ഇൻഷുറൻസ് എടുക്കേണ്ടതായിട്ട് അവരുടെ പ്രവർത്തനം മൂലം എന്തെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി ആ ഒരു സ്ഥാപനം
ആണ് എന്നുള്ള രീതിയിൽ. അപ്പൊ ഈ ഒരു പ്രീമിയം ഇൻഷുറൻസ് പ്രീമിയമാണ് എൻവയോൺമെന്റൽ റിലീഫ് ഫണ്ടിലേക്ക് കോംപ്രിമൈസ് ചെയ്താൽ, പ്രത്യേകിച്ച് ഭോപ്പാൽ ദുരന്തം പോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക്, ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകുമ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക് റിലീഫ് നൽകുന്നതിന് വേണ്ടി എൻവയോൺമെന്റൽ റിലീഫ് ഫണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലേക്കുള്ള ഫണ്ടായിട്ടും ഈ ഒരു പബ്ലിക് ലയബിലിറ്റി ഇൻഷുറൻസ് ആക്ട് പ്രകാരമുള്ള ഈ ഒരു ഇൻഷുറൻസ് ഫണ്ടിൽ നിന്നാണ് പോകുന്നതെന്ന് ഓർത്തുവെക്കേണ്ടത്. അതായത് ഇപ്പോൾ വാർത്ത വരാൻ കാരണം എന്ന് വെച്ചാൽ 1984 ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി കഴിഞ്ഞു. ലാർജ് എമൗണ്ട് ഓഫ് ടോക്സിക് വേസ്റ്റ് അവിടെ യൂണിയൻ കാർബൈഡിന്റെ ഫാക്ടറി സൈറ്റുകളിൽ ഇന്നുമുണ്ട്. പക്ഷെ ഒരുപാട് കോടതിയുടെ ഓർഡറുകൾ വന്നിട്ടായിരുന്നു അതിനെ നീക്കം ചെയ്യാനെങ്കിൽ പോലും ഇതുവരെ നീക്കം ചെയ്യപ്പെട്ടില്ല. ഏകദേശം 126 കോടി രൂപ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 337 ടൺ ടോക്സിക് വേസ്റ്റിനെ കളക്ട് ചെയ്യാൻ വേണ്ടി 2005. ബട്ട് ആ പ്രോസസ്സ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അവിടുത്തെ 11 ലക്ഷം ടണ്ണോളം കണ്ടാമിനേറ്റഡ് സോയിൽസും ഹസാഡസ് മെറ്റീരിയലും ഇതുവരെ നീക്കം ചെയ്യാതെ അവിടെ തന്നെ കീപ്പ് ചെയ്തിട്ടുള്ള ഒരു അവസ്ഥയാണ് എന്ന് ഓർത്തുക. 2010 ഗവൺമെന്റ് ഇതിനെ സംബന്ധിച്ച് പഠിക്കുകയും ഒരുപാട് റെക്കമെൻഡേഷൻസ് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ടോക്സിസിറ്റി ലെവല് റീ അസസ് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ 14 വർഷമായിട്ടും ഇത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതായത് 2023 വീണ്ടും ഫ്രഷ് സ്റ്റഡിക്കുള്ള പ്രപ്പോസൽസ് കൊടുത്തിട്ടുണ്ടെങ്കിലും കാര്യമായിട്ടുള്ള പ്രോഗ്രസ് ഉണ്ടായിട്ടില്ല. അപ്പൊ അവിടുത്തെ ഗ്രൗണ്ട് വാട്ടറിലൊക്കെ ഹെവി മെറ്റൽസിന്റെ പ്രസൻസും അതുപോലെ തന്നെ വലിയ ഹെൽത്ത് റിസ്കുകളും ഒക്കെയാണ് ഉണ്ടായിട്ടുള്ളതെന്ന് ഓർത്തുവെക്കുക. അപ്പൊ ഈ ഒരു വിഷയത്തില് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ എന്ന് പറയുന്ന എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ട് വിഷയത്തിലുള്ള ട്രൈബ്യൂണൽ ഇടപെടുകയും അവർ ഗവൺമെന്റിന്റെ പ്രവർത്തനത്തെ ക്രിട്ടിസൈസ് ചെയ്യുകയും അവരുടെ ഇനാക്ഷൻസിനെ ക്രിട്ടിസൈസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ വേഗത്തിൽ ഈ ഒരു വിഷയത്തെ അഡ്രസ് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഓർത്തുവെക്കുന്നതന്നെ. ഈ ഒരു യൂണിയൻ കാർബൈഡിന്റെ ഡിസ്പോസൽ പ്രാക്ടീസുകൾ അവർ വേസ്റ്റ് കൃത്യമായിട്ട് ഡിസ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 1969 മുതൽ 84 വരെയുള്ള കാലഘട്ടത്തിൽ അവരവിടെ പ്രവർത്തിച്ചത്. ഈ ഒരു സമയത്ത് ഹസാഡസ് വേസ്റ്റ് കാരണം ഗ്രൗണ്ട് വാട്ടർ ഒക്കെ വളരെയധികം ഡാമേജ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് ഇന്നും ഡാമേജ് ചെയ്ത അവസ്ഥയിലാണ് എന്ന് കൂടി ഓർത്തുവെക്കണം. അപ്പോൾ ഈ ഒരു വേസ്റ്റിനെ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രീവിയസ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റെപ്പുകൾ എടുത്തെങ്കിൽ പോലും അതൊക്കെ ഇൻഎഫക്റ്റീവ് ആയിരുന്നു. ഈവൻ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ നൽകിയിട്ടുള്ള ഡയറക്ഷൻസ് ഫോളോ ചെയ്യാൻ പോലും അവർക്ക് സ്റ്റേറ്റ് ഗവൺമെന്റിന് പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനിയെങ്കിലും അതിനെ കൃത്യമായിട്ട് റിമൂവ് ചെയ്യാനുള്ള സ്റ്റെപ്പുകൾ എടുക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ഈ ഒരു ഓർഡർ വാർത്തയിലൂടെ ഹൈലൈറ്റ് ചെയ്തതെന്നും കൂടി ഓർത്ത് വെക്കാം. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ബ്രിക്സ് നാഷൻസിനെതിരെ വലിയൊരു ഭീഷണിയുമായിട്ടാണ് യു എസിന്റെ അപ്കമിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് വന്നിട്ടുള്ളത്. അദ്ദേഹം അത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് അത് ഷെയർ ചെയ്തതെന്നാണ് പറയപ്പെടുന്നതായിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ആ ഒരു ഭീഷണി, ഏതൊക്കെയാണ് ബ്രിക്സ് കൺട്രീസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ്, അതായത് അപ്കമിംഗ് ആയിട്ടുള്ള പ്രസിഡന്റ് ആണ്. കാരണം ഇലക്ഷൻ നടന്നിട്ടുണ്ട്, അധികാരമേൽക്കണത്രേ. അദ്ദേഹം പറയാണ് 9 രാജ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിക്സ് കൺട്രീസ് ആയിട്ടുള്ള 9 രാജ്യങ്ങളാണ്. അവരോട് പറയാണ്, നിങ്ങൾ ലോകത്ത് യു എസിന്റെ ഡോളർ ഡൊമിനൻസിനെ ചാലഞ്ച് ചെയ്യുകയാണ്, നിങ്ങൾ മറ്റൊരു കറൻസി ട്രേഡിന് വേണ്ടി ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്കെതിരെ 100% താരിഫ് ഏർപ്പെടുത്തും. അതായത് 100 രൂപയുടെ സംഭവം അമേരിക്കയിൽ വിൽക്കണമെങ്കിൽ അവർ 100% താരിഫ് ഏർപ്പെടുത്തിയിട്ട് 200 രൂപ, അതായത് 100% ഇമ്പോർട്ട് ഡ്യൂട്ടി ഏർപ്പെടുത്തും എന്ന രീതിയിൽ ഭീഷണിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഭീഷണി 9 രാജ്യങ്ങൾക്കെതിരെയാണ്, ബ്രിക്സ് അലയൻസിനെതിരെയാണെന്ന് പറയാൻ പറ്റും. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, UAE എന്നിങ്ങനെ 9 രാജ്യങ്ങളാണ് ഇപ്പോൾ ബ്രിക്സിൽ ഉള്ളതായിട്ടുള്ളത്. അവരെ ഈ ഒരു ഡീ ഡോളറൈസേഷനെ പ്രൊമോട്ട് ചെയ്യുന്നതിനെ കുറിച്ചും സെപ്പറേറ്റ് കറൻസി ഉണ്ടാക്കിയിട്ട് ഈ രാജ്യങ്ങൾക്കിടയിൽ ഉപയോഗിക്കുന്നതിനെ കുറിച്ചൊക്കെ ചർച്ചകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ US ആണ് ഇന്ന് ലോകത്തിന്റെ ട്രേഡിന്റെ 58% വരുന്നതായിട്ടുള്ളത്. അപ്പൊ ഇതിനെ ചാലഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡിസ്കഷൻ ബ്രിക്സ് രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടായി എന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപിനെ ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നതിന് കാരണമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വലിയ ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുക. പക്ഷെ അത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ്, അപ്കമിംഗ് US പ്രസിഡന്റ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാവില്ല. ബട്ട് അദ്ദേഹം അധികാരത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അപ്പൊ എന്താണ് ഈ ഒരു ഡൊണാൾഡ് ട്രംപിന്റെ കാരണം, എന്താണ് അദ്ദേഹം അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൻ കാരണം, അതുപോലെ തന്നെ ബ്രിക്സ് രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ശ്രദ്ധിക്കുക. 9 രാജ്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്, മാപ്പിൽ ലൊക്കേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അടുത്തൊരു വാർത്ത ഓഷ്യന്റെ പൊട്ടൻഷ്യൽ ഹാർനസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ക്ലൈമറ്റ് ചേഞ്ചിനെതിരെ നമുക്ക് പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ കടലുകൾ തന്നെയാണ്. കാരണം ഓപ്പൺ സീസ് ട്രീറ്റി കഴിഞ്ഞ ദിവസം ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു, ഓപ്പൺ സീസ് ട്രീറ്റിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹൈ സീസ് ട്രീറ്റിയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കടലുകൾ ഈ ഒരു കാർബൺ റീസൈക്കിൾ അല്ലെങ്കിൽ കാർബൺ സൈക്കിൾ വളരെ പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്യുന്നതിൽ വളരെ പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നതാണ്
ഓഷ്യൻസ് എന്ന് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഓഷ്യൻസ് നമുക്ക് കാർബൺ സീക്വസ്ട്രേഷൻ എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഓഷ്യൻസും അതിന്റെ റോളിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യന്മാർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ 25% ആഗിരണം ചെയ്യുന്നത് ഓഷ്യൻസ് ആണ്. അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ ഓഷ്യൻസ് ആഗിരണം ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ഭൂമിയിലുള്ള എക്സസ് ഹീറ്റിന്റെ 90% ഹീറ്റിനെയും അബ്സോർബ് ചെയ്യുന്നത് ഓഷ്യൻസ് ആണ്. അതായത് ക്ലൈമറ്റ് ചേഞ്ചിനെ അഡ്രസ് ചെയ്യുന്നതിൽ വളരെ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്ന ഒരു ഭാഗമാണ് ഓഷ്യൻസ് എന്ന് പറയുന്നതായിട്ടുള്ളത്. പക്ഷേ ഓഷ്യൻസ് ഇത്തരത്തിൽ അധികം കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്യുമ്പോൾ അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കുറഞ്ഞെങ്കിലും ജലത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് വർദ്ധിക്കുകയാണ് അല്ലേ. ഇത് ഓഷ്യൻ അസിഡിഫിക്കേഷൻ, കാരണം കാർബൺ ഡൈ ഓക്സൈഡ് ജലവുമായി ചേരുമ്പോൾ കാർബോണിക് ആസിഡ് ആയി മാറും. കാർബോണിക് ആസിഡ് ആണ് ഓഷ്യൻ അസിഡിഫിക്കേഷന് കാരണമാകും. അതുപോലെ തന്നെ അവിടുത്തെ എക്കോസിസ്റ്റത്തെ ഡിസ്റപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ വലിയ വാർമിങ്ങിനും ഓഷ്യൻ ടെമ്പറേച്ചർ വർദ്ധിക്കുന്നതിനും ഒക്കെ കാരണമാകുന്നു ഓർക്കുക. ഇത് മറൈൻ ലൈഫിനെ ബാധിക്കും, ഓഷ്യന്റെ നാച്ചുറൽ കാർബൺ സ്റ്റോറേജ് കപ്പാസിറ്റിയെ ബാധിക്കും, അതുപോലെ തന്നെ ട്രോപ്പിക്കൽ സൈക്ലോണുകളും മറ്റുമൊക്കെ രൂപപ്പെടുന്നതിനും കാരണമാകും പറയാം. അതായത് ഒരുപാട് ഇക്കോളജിക്കൽ ഇമ്പാക്റ്റുകൾ ഈ ഓഷ്യൻ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്യുന്നു, കൂടുതൽ ഹീറ്റ് ആഗിരണം ചെയ്തു എന്നതുകൊണ്ട് സംഭവിക്കുന്നുണ്ട്. ഇത് ഫിഷറീസിനെയും അതുപോലെ തന്നെ കാർബൺ സീക്വസ്ട്രേഷൻ പോലുള്ള പ്രോസസ്സുകളെയും അതായത് കാർബൺ ആഗിരണം ചെയ്യുന്ന പ്രോസസ്സിനെയൊക്കെ പിന്നീട് ബാധിക്കും എന്നുകൂടി ഓർക്കുക. അപ്പൊ ഇതിൽ നിന്നും ഈ വെള്ളത്തിൽ നിന്നും അല്ലെങ്കിൽ ഓഷ്യൻസിൽ നിന്നും അധികമായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ റിമൂവ് ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. ഇതിനെയാണ് മറൈൻ CDR, കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവൽ എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. MCDR എന്ന് പറഞ്ഞാൽ ഒരു എമേർജിംഗ് ടെക്നോളജി അല്ലെ എമേർജിംഗ് വേ ആണ്. അതായത് നമ്മൾ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ ഓഷ്യൻ ആഗിരണം ചെയ്യുന്നുണ്ട്, അതുവഴി ഓഷ്യൻസിൽ ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട്, അസിഡിഫിക്കേഷൻ ഉണ്ടാവുന്നുണ്ട്, അവിടുത്തെ എക്കോസിസ്റ്റത്തെ ബാധിക്കുന്നുണ്ട്, വാർമിംഗ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഷ്യൻസിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡിനെ നീക്കം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് മറൈൻ കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവൽ എന്ന് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിനെ അഡ്രസ് ചെയ്യുന്നതിൽ പ്രധാനമായിട്ടും ഓഷ്യൻസിനെ അഡ്രസ് ചെയ്യുക, സീസിനെയും ലേക്സിനെയും റിവേഴ്സിനെയും ഒക്കെ അഡ്രസ് ചെയ്യുക എന്നുള്ളത് അതിന്റെ കാർബൺ ക്യാപ്ചർ എഫിഷ്യന്റ് ആയിട്ട് നടത്തുക. അധികം കാർബണെ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാലും അത് നമുക്ക് ഇഷ്യൂ ആണ്. അതിനെ അഡ്രസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ പ്രധാനമായിട്ടും ഡീപ്പ് വാട്ടർ ബോഡീസിൽ നിന്നും കാർബണിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ വേഗത്തിൽ റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്നിട്ട് ഓഷ്യന്റെ ഡെപ്തിലേക്ക് അതിന് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അവിടെയാണ് അത് മിനറൽസുമായിട്ടും മറ്റുമൊക്കെ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. ഡീപ്പ് വാട്ടർ ബോഡീസ് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യുകയും അതിന്റെ അടിഭാഗത്തേക്ക് കൊണ്ടുപോവുകയും അടിഭാഗത്ത് മിനറൽസുമായിട്ട് സ്റ്റോർ ചെയ്യുന്ന രീതിയിൽ കാണാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഓഷ്യനിൽ ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡിനെ റിമൂവ് ചെയ്യുന്നതിന് നമുക്ക് ബയോട്ടിക് ആയിട്ടുള്ള മെത്തേഡുകൾ എഴുതിക്കാം, അല്ലെങ്കിൽ അബയോട്ടിക് ആയിട്ട്. ബയോട്ടിക് എന്ന് പറഞ്ഞാൽ ജീവനുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട്. ഉദാഹരണത്തിന് മാംഗ്രൂവ്സ്, മാക്രോ ആൽഗെ. മാംഗ്രൂവ് എന്ന് വെച്ചാൽ കണ്ടൽ ചെടി, മാക്രോ ആൽഗെ എന്ന് പറഞ്ഞാൽ വലിയ വലിയ ആൽഗകൾ. ഇത് രണ്ടും നാച്ചർ ബേസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ആണ്. ഇത് വെള്ളത്തിൽ കടലിൽ ഒരുപാട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലുണ്ടെങ്കിൽ ഇത് അതിൽ നിന്നും കാർബണെ അബ്സോർബ് ചെയ്തോളും. അതുവഴി വെള്ളത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് അല്ലെങ്കിൽ കാർബണിന്റെ അളവ് കുറക്കാൻ പറ്റും. ബയോഡൈവേഴ്സിറ്റി കോസ്റ്റൽ ഏരിയനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സഹായിക്കും എന്നുള്ളതാണ്. ഈ ഒരു ബയോട്ടിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ക്ലൈമറ്റ് പ്ലാനുകളുടെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അപ്പോൾ ഓർത്ത് വെക്കേണ്ട കാര്യം വെച്ചാൽ, പക്ഷേ ഇതിന്റെ സീക്വസ്ട്രേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം 1 ബില്യൺ ടൺ ഓഫ് CO2 കുറവ് മാത്രമേ ഇതിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അബ്സോർബ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അബയോട്ടിക് ടെക്നിക്കുകളാണ് കുറച്ചുകൂടി ബെറ്റർ, ജീവനില്ലാത്ത വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട്. അതിലൊന്നാണ് ഓഷ്യൻ ആൽക്കലിനിറ്റി എൻഹാൻസ്മെന്റ്. അതായത് അസിഡിഫിക്കേഷൻ ഒരു പ്രശ്നമാണെങ്കിൽ അതിന്റെ ആൽക്കലിനിറ്റി നമ്മൾ എൻഹാൻസ് ചെയ്യുക. അതുപോലെ തന്നെ കടലിൽ ബയോമാസ് ബറിയൽ ചെയ്യുക. ഇത് രണ്ടും ഈ ഒരു വർഷം 22 ബില്യൺ ടണ്ണോട് കൂടിയിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ വെള്ളത്തിൽ നിന്നും അബ്സോർബ് ചെയ്യാൻ സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഓഷ്യൻ ആൽക്കലൈനിറ്റി എൻഹാൻസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കടലിലേക്ക് ആൽക്കലൈൻ മെറ്റീരിയൽ അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് ആൽക്കലൈൻ മെറ്റീരിയൽ ആഡ് ചെയ്യുക. അതുവഴി സീ വാട്ടറിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ ന്യൂട്രലൈസ് ചെയ്യുക. അതിൽ നിന്നും റിലീസ് ചെയ്യുന്ന കാർബണേറ്റുകളെ ട്രാപ്പ് ചെയ്തിട്ട് കടലിന്റെ അടിയിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യത്യസ്ത മെത്തേഡുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും പലതരത്തിലുള്ള ചാലഞ്ചസ് ഉണ്ട് എന്ന് ഓർത്തുക. അബയോട്ടിക് മെത്തേഡുകൾ നോക്കുവാണെങ്കിൽ ഇത് വളരെ പ്രോമിസിങ് ആയിട്ടാണ്. വളരെയധികം കാർബണെ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുണ്ടെങ്കിലും ഇതിനെ സംബന്ധിച്ച് വളരെയധികം പബ്ലിക് സ്കെപ്റ്റിസം ഉണ്ട്. ഒരുപാട് റെഗുലേറ്ററി ഹാർഡിൽസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിന് ഹൈ എനർജി റിക്വയർമെന്റ് വേണം. പ്രത്യേകിച്ച് മിനറൽ മൈനിങ് പോലുള്ള പ്രോസസ്സുകൾ ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഓഷ്യൻ അയൺ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അതുപോലെ തന്നെ മാക്രോ ആൽഗെ കൾട്ടിവേഷൻ എന്ന് പറയുന്ന ബയോട്ടിക് മെത്തേഡ് ഉണ്ട്. ഇത് രണ്ടും ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഇത് മറൈൻ എക്കോസിസ്റ്റത്തെ ഡിസ്റപ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഈ ആൽഗയൊക്കെ കൾട്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് അത് വെള്ളത്തിലുള്ള ഓക്സിജനെ ആഗിരണം ചെയ്യുകയും വെള്ളത്തിലെ ഓക്സിജൻ ലെവൽ കുറയുന്നതിന് കാരണമാകുന്നു. ഇത് പ്രത്യേകിച്ചും അവിടെയുള്ള മത്സ്യത്തെയും ജീവികളെയും ബാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ
ആക്ച്വൽ കാർബൺ ക്യാപ്ചറിനെ കൃത്യമായിട്ട് മെഷർ ചെയ്യുകയും അതിനെ കൃത്യമായിട്ട് MCDR മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് അഡ്രസ്സ് ചെയ്യുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യമാണ്. കാരണം ഓഷ്യൻസിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡിനെ നീക്കം ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ എക്സ്പെൻസീവ് ആണ്, അതുപോലെ തന്നെ ഹാർഡ് ആണ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അത്രയും വൈഡ് ആണ്, അത്രയും ലാർജ് ക്വാണ്ടിറ്റീസ് ഉണ്ട് എന്ന് ഓർത്ത് വെക്കുക. പക്ഷേ MCDR എന്ന് പറയുന്നത് ഒരു പൊട്ടൻഷ്യൽ സൊല്യൂഷൻ തന്നെയാണ്. നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് വെള്ളത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്തില്ല എങ്കിൽ അത് വലിയ ദുരന്തത്തിലേക്ക് പോകും എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജീസ് കൊണ്ടുവന്ന് നെറ്റ് സീറോ എമിഷൻ എന്ന് പറയുന്ന ടാർഗറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അടുത്തൊരു വാർത്ത M104 എന്ന് പറയുന്ന ഒരു ഗാലക്സിയുടെ ഫോട്ടോ ആണ്. സോംബ്രിറോ ഗാലക്സി എന്നാണ് ഗാലക്സിയുടെ ചിത്രം നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിന്റെ പിക്ചർ ഹിന്ദു ന്യൂസ് പേപ്പറിൽ വന്നാണ്. അപ്പോൾ ഒരു മിഡ് ഇൻഫ്രാറെഡ് ഇൻസ്ട്രുമെന്റ് ഉണ്ട്, ജെയിംസ് വെബ് ടെലിസ്കോപ്പിന്, സ്പേസിലുള്ള ടെലിസ്കോപ്പാണ്. അതെടുത്ത ഒരു ഫോട്ടോ ആണ് ഈ ഒരു സോംബ്രിറോ ഗാലക്സിയുമായി ബന്ധപ്പെട്ട്. M104 എന്ന് പറഞ്ഞ ഗാലക്സിയാണ്. ഈ ഒരു ഗാലക്സിയുടെ ഫോട്ടോ ആണ് ആ ഒരു പത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഗാലക്സിയുടെ ഷേപ്പ് നോക്കി കഴിഞ്ഞാൽ അതിൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഇന്നർ ഡിസ്ക് ഉണ്ടാവും, അതുപോലെ തന്നെ ക്ലംസി ആയിട്ടുള്ള ഗ്യാസ് ക്ലൗഡ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ഔട്ടർ റിങ്ങും നമുക്ക് ഈ ഒരു ഗാലക്സിയിൽ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ അകത്തൊരു ഡിസ്ക് പോലെ ഭാഗമുണ്ട്, ഇതൊരു ഡിസ്ക് പോലെ ഭാഗം കാണാൻ വേണ്ടി പറ്റും, ഇന്നർ ഡിസ്ക് ഉള്ള. അതുപോലെ തന്നെ ഇവിടെ ഒരു ഗ്യാസ് ക്ലൗഡിനെയും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഈ സോംബ്രിറോ ഗാലക്സി എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്റ്റിങ്ക്റ്റ് എഡ്ജ് ഓൺ വ്യൂ കിട്ടുന്ന ഒരു ഗാലക്സിയാണ്. ഒരു വൈറ്റ് കളറുള്ള ബൾബസ് ആയിട്ടുള്ള ഒരു കോർ ഭാഗമാണുണ്ട്. അതിന് ചുറ്റുമായിട്ട് തിക്ക് ആയിട്ടുള്ള ഡസ്റ്റ് ഉണ്ട്. ഒരു സ്പൈറൽ സ്ട്രക്ചർ ആണ് ഇതിനുള്ളത് ഓർത്ത് വെക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡസ്റ്റ് ലൈൻസ് ഔട്ടർ റീജിയനിലേക്കും വരുന്നുണ്ട്. ഇവിടെയാണ് പ്രധാനമായിട്ടും സ്റ്റാർ ഫോർമേഷൻ നടക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏകദേശം 2000-ഓളം ഗ്ലോബുലാർ ക്ലസ്റ്റേഴ്സ് ഉണ്ടെന്നും നമ്മുടെ മിൽക്കി വേയുടെ 10 മടങ്ങിലധികം സൈസ് ഉള്ളതാണ് എന്നാണ് കാണുന്നതായിട്ടുള്ളത്. ഇതിന്റെ പ്രായം 10 മുതൽ 13 ബില്യൺ ഇയേഴ്സ് ഓൾഡ് ആയിട്ടാണ് കണക്കാക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ മാസ് നോക്കി കഴിഞ്ഞാൽ 1 ബില്യൺ സോളാർ മാസിന് ഈക്വലന്റ് ആയിട്ടുള്ള, അതായത് 100 കോടി സൂര്യന്മാർ ചേർന്ന് അത്രയുള്ള മാസ് ഉള്ള ഒരു ബ്ലാക്ക് ഹോൾ ആണ് ഇതിന്റെ സെന്ററിലുള്ളതായിട്ടുള്ളത്. ഇതിലേക്കാണ് ഈ ഒരു മെറ്റീരിയൽസും മറ്റുമൊക്കെ ഫോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും കൂടെ ഓർത്ത് വെക്കേണ്ടതായിരുന്നു. അപ്പോൾ ഏകദേശം 28 മില്യൺ ലൈറ്റ് ഇയേഴ്സ് ദൂരത്തായിട്ട് വിർഗോ എന്ന് പറയുന്ന കോൺസ്റ്റലേഷനിലാണ് ഈ M104 എന്ന് പറയുന്ന സാംബ്രിയോ ഗാലക്സിനെ കണ്ടെത്തിയിട്ടുള്ളത്. നമുക്കിത് നേക്കഡ് ഐനെ കൊണ്ട് കാണാൻ പറ്റില്ല, പക്ഷെ ഒരു ടെലിസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഏകദേശം 800 ബില്യണിലധികം സേൺസ്, ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടിയാണ്. അപ്പോൾ 800 into 100 കോടിയിലധികം, അതായത് 80,000-ത്തിലധികം സൂര്യന്മാർ, നക്ഷത്രങ്ങൾ അതിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വളരെ മാസീവ് ആയിട്ടുള്ള ഒരു ഗാലക്സി ആണ് വെർഗോ ക്ലസ്റ്ററിലേത് എന്ന് ഓർത്ത് വെക്കുക. 1781 ഫ്രഞ്ച് ആസ്ട്രോണമറായിട്ടുള്ള പിയറി മെക്കേൻ ആണ് ഇതിനെ കണ്ടെത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കൊളീഗ്സ് ആയിട്ടുള്ള ചാൾസ് മെസ്സിയറിന്റെ കൂടെ എന്നുകൂടി ഓർത്തു വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തൊരു വാർത്തയാണ് ഷോക്ക് ഡയമണ്ട്സ് അല്ലെങ്കിൽ മാക് ഡയമണ്ട്സ് എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ ഷോക്ക് ഡയമണ്ട്സ്, എന്താണ് സൂപ്പർസോണിക് ഹീറ്റ് ഡയമണ്ട്സ് എന്ന് വിളിക്കുന്നത് കഴിഞ്ഞാൽ, അതായത് ഒരു സൂപ്പർസോണിക് ജെറ്റ് പോകുന്ന സമയത്ത് അതിൻ്റെ ഈ ഒരു എമിഷൻസ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഒരു തിളങ്ങുന്ന വസ്തുവിനെ പോലെ കാണാൻ പറ്റും. അപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തിളങ്ങുന്ന വസ്തുക്കളെ കാണാൻ പറ്റും. ഇതിനെയാണ് ഷോക്ക് ഡയമണ്ടുകൾ എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി ഷോക്ക് ഡയമണ്ട് നമുക്ക് ഇവിടെ കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ പറ്റും എന്താണ് ഷോക്ക് ഡയമണ്ട് എന്നുള്ളത്. അതായത് ഈ ഒരു സൂപ്പർസോണിക് ജെറ്റ് പോകുന്ന സമയത്ത് അതിൽ നിന്നും പുറത്തേക്ക് വരുന്ന എക്സോസ്റ്റ് പ്ലൂമുകൾ, ആ ജെറ്റുകൾ, അത് എൻജിൻ വളരെ ഉയർന്ന സ്പീഡിലാണ് റിലീസ് ചെയ്യുന്നതായിട്ടുള്ളത്. അത് പുറത്തേക്ക് വരുമ്പോൾ പെട്ടെന്ന് അറ്റ്മോസ്ഫിയർ പ്രഷറുമായിട്ടുള്ള ആ ഒരു ഇംബാലൻസ് കാരണം ആൾട്ടർനേറ്റീവ് ആയിട്ട് ലൈറ്റ് ആൻഡ് ഡാർക്ക് പാച്ചസ് ആയിട്ട് കാണും. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അത് ഡയമണ്ട് പാച്ചുകളെ പോലെ കാണും. ഇതിനെയാണ് ഷോക്ക് ഡയമണ്ടുകൾ, മാക് ഡയമണ്ട് എന്ന് വിളിക്കുന്നതെന്നും കൂടി ഓർത്ത് വെക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു എക്സോസ്റ്റ് ലീവ് ചെയ്യുന്ന സമയത്ത് അതിന്റെ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സറൗണ്ടിങ് അറ്റ്മോസ്ഫിയർ പ്രഷറിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു ഭാഗമായിട്ട് അറ്റ്മോസ്ഫിയർ പ്രഷർ ഇതിനെ കംപ്രസ് ചെയ്യും. ആ ഒരു പ്രഷർ ബാലൻസ് ചെയ്യുന്നതിന്റെ ഇടയിലാണ് ഈ ഒരു സീസോ ലൈക്ക് പ്രോസസ്സ് ഉണ്ടാവുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഷോക്ക് ഡയമണ്ടുകൾ രൂപപ്പെടുന്നതെന്ന് കൂടി ഓർത്ത് വെക്കുക. അതായത് ഗ്യാസസ് എക്സ്പാൻഡ് ചെയ്യുകയും കംപ്രസ് ചെയ്യുകയും മൾട്ടിപ്പിൾ ടൈംസ് ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഈ ഒരു പ്ലൂം ഷേപ്പിലുള്ള കാര്യങ്ങൾ പോകുന്നത്. ഇതിനെയാണ് ഷോക്ക് ഡയമണ്ട് പാറ്റേൺ എന്ന് വിളിക്കുന്നതെന്നും കൂടി ഓർത്ത് വെക്കേണ്ടതായിട്ട്. അപ്പോൾ ഈ ഒരു എക്സോസ്റ്റ് പ്രഷർ ഇൻക്രീസ് ചെയ്യുകയും അത് ഇൻവേർഡിലേക്ക് ബെൻഡ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അത് പ്രത്യേകിച്ചും ഒരു ബ്രൈറ്റ് സ്പോട്ടുകളായിട്ട് നമുക്ക് കാണും. അതിനെയാണ് ഈ ഒരു ഷോക്ക് ഡയമണ്ട് എന്ന രീതിയിൽ വിളിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഒരു ഇൻവാർഡ് അതുപോലെ തന്നെ ഔട്ട്വാർഡ് ബെൻഡിങ് ഉണ്ട് ഈ ഷോക്ക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത്. അതുപോലെ തന്നെ ഇത് ലൈറ്റ് ആൻഡ് ഡാർക്ക് പാറ്റേൺ ആയിട്ട് വ്യത്യസ്തമായിട്ട് കാണുകയാണ് ചെയ്യുന്നത് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗ്ലാദേശിൽ വന്ന ഇഷ്യൂമാണെന്നാണ്. ബംഗ്ലാദേശിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പോലും ഇന്ത്യയുടെ അതിർത്തി കടന്നിട്ടുള്ള കടന്നുകയറ്റങ്ങളിൽ കാര്യമായിട്ടുള്ള വർധനം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ
ആക്ച്വലി അതൊരു ഡാറ്റ പോയിന്റ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നായിരുന്നു ബംഗ്ലാദേശിൽ എന്തെങ്കിലും ആഭ്യന്തര പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെയുള്ള ആൾക്കാരും മൈനോറിറ്റീസും ഒക്കെ ഇന്ത്യയിലേക്ക് അതിർത്തി കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യൂണിയൻ ഗവൺമെന്റ് റിപ്പോർട്ടുകൾ കാണിക്കുന്നതായിട്ടുള്ളത്. അതായത് കാര്യമായിട്ടുള്ള അൺഡോക്യുമെന്റഡ് ആയിട്ടുള്ള മൂവ്മെന്റുകൾ ബംഗ്ലാദേശിലെ പൊളിറ്റിക്കൽ ചേഞ്ചുമായിട്ട് ഉണ്ടായിട്ടില്ല. നമ്മൾ കരുതിയതുപോലെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. ജസ്റ്റ് അത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് ട്രീറ്റിയുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസ് നടക്കുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷെ കാര്യമായിട്ടുള്ള ഔട്ട്പുട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. ഡിസ്കഷൻസിൽ കാര്യമായിട്ടുള്ള ഔട്ട്കം ഒന്നും ഇല്ലാതെ ഡിസ്കഷൻസ് വഴിയിൽ വെച്ച് ഉപേക്ഷിക്കേണ്ട സാഹചര്യം വന്നു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. 170-ലധികം രാജ്യങ്ങൾ സൗത്ത് കൊറിയയിലെ ബുസാനിലാണ് ഈ ഒരു ഡിസ്കഷൻസ് ഉണ്ടായിരുന്നത്. 2022 തുടങ്ങിയ ഡിസ്കഷൻസ് ആണെങ്കിൽ പോലും ഇതുവരെ അതിനൊരു ഔട്ട്പുട്ട് കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് വാർത്ത വന്നിട്ടുള്ളത്. അടുത്തൊരു വാർത്ത ഷാഹി ജമാ മസ്ജിദ് ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള എഡിറ്റോറിയൽ ആണ്. അപ്പോൾ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്റ്റുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ചാലഞ്ച് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഈ ഒരു സംബാൽ ഡിസ്ട്രിക്റ്റിൽ, ഉത്തർപ്രദേശിലെ സംബാൽ ഡിസ്ട്രിക്റ്റിൽ വന്നിട്ടുള്ള ആ ഒരു വിഷയമാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇതിൽ പറയുന്നത് വെച്ചാൽ കോടതികൾ ഒരിക്കലും ആ ഒരു വിഷയത്തെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഇത്തരത്തിലുള്ള കൺവേർഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നതിനെ സപ്പോർട്ട് ചെയ്തത്. കാരണം സുപ്രീം കോടതി അതിനെ കോടതിയിൽ ചാലഞ്ച് ചെയ്യാം എന്നാണ് പറഞ്ഞത്. പക്ഷെ അത് അനാവശ്യമായിട്ടുള്ള ചർച്ചകൾക്കും കമ്മ്യൂണിറ്റി ഡിവൈഡിനും മറ്റുമൊക്കെ കാരണമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അത്തരം ചർച്ചകളെ അനുവദിക്കേണ്ടതില്ല, അത്തരം കേസുകളെ പോലും അനുവദിക്കരുത് എന്ന് പറഞ്ഞിട്ട് വന്ന എഡിറ്റോറിയൽ ആണ്. സോ അത് ഒരു ഒപ്പീനിയൻ ആണ്. അപ്പോൾ ഷായി ഇത്തരത്തിലുള്ള കൺവേർഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളിൽ ഓൾറെഡി ഇല്ല ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാം, അല്ലാതെ പുതിയതായിട്ടുള്ള ചർച്ചകളെ പ്രൊമോട്ട് ചെയ്യേണ്ടതില്ല എന്നാണ് എഡിറ്റോറിയൽ പറയുന്നതെന്നും കൂടി ഓർത്തു വെക്കുന്നതാണ്. അടുത്തൊരു വാർത്ത നമ്മുടെ രാജ്യത്തെ GST ഗ്രോത്ത് റവന്യൂമായി ബന്ധപ്പെട്ടാണ്. GST ഗ്രോത്ത് റവന്യൂ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും GSTയുടെ റവന്യൂവിന്റെ ഗ്രാഫ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അത് താഴോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത് അലാമിംഗ് ആയിട്ടുള്ള ഒരു ഡാറ്റയാണ്. മറ്റ് ഇതിൽ ഈ ഒരു GST കളക്ഷൻ 1.87 crore നിന്ന് 1.82 crore കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞ മന്ത് ഡാറ്റയാണ്, നമുക്ക് വലിയ റിലവൻസ് ഇല്ല. പക്ഷെ ഓർത്ത് വെക്കേണ്ട കാര്യം GSTയുടെ ട്രെൻഡ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടും അത് കുറഞ്ഞു കുറഞ്ഞു വരുവാണ് എന്ന് കൂടി ഓർത്ത് വെക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ GDP കോൺട്രിബ്യൂഷൻ, GDP കുറയുന്നുണ്ട്, അതുപോലെ തന്നെ ഡൊമസ്റ്റിക് കൺസംഷൻ കുറയുന്നുണ്ട്, ഒരു റിസസീവ് ടെൻഡൻസി ആണെന്ന് പറയുന്നുണ്ട്. അതിന്റെയൊക്കെ ഒരു ഇൻഡിക്കേഷൻ കൂടിയായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഡാറ്റയെ എടുക്കാവുന്നതാണെന്ന് ഓർത്ത് വെക്കുക. ഈ ഒരു ഗ്രാഫ് നിങ്ങളുടെ മനസ്സിൽ ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അതായത് പീരീഡ് ജൂലൈ 2023 മുതൽ നവംബർ 2024 വരെയുള്ള പീരീഡ് നോക്കുമ്പോൾ GSTയുടെ ചില മാസങ്ങളിൽ കൂടുന്നുണ്ട്, ചില മാസങ്ങളിൽ കുറയുന്നുണ്ട്. പക്ഷെ ജനറൽ ട്രെൻഡ് നമുക്ക് കാണാൻ പറ്റും ഡൗൺവേർഡ് ട്രെൻഡാണ്. GST കളക്ഷൻ കുറയുകയാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇത്രയും വാർത്തകളാണ് ഇന്നേ ദിവസം ഡിസ്കഷൻ ആയിട്ട്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.